ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മേക്ക് വിത്ത് റിച്ചു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇതെനിക്കൊരു ഓർഡർ കിട്ടിയ ആയിട്ടാണ്. ഒരു എൻഗേജ്മെൻറ്റ് ട്രേ ആണ്, എൻഗേജ്മെൻറ്റ് റിംഗ് ട്രേ. അപ്പം സിമ്പിളായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ഹൂപ്പ് വെച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ലേസും ബീഡ്സും ഒക്കെ മതി, അത് മാത്രം വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന എംബ്രോയ്ഡറി ഹൂപ്പാണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന മെഷർമെൻറ്റ് 10 ഇഞ്ചാണ്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം, കസ്റ്റമർ പറയുന്നതനുസരിച്ച് അങ്ങനെ എടുക്കാം. ഞാനിപ്പം 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഈ സ്ക്രൂ പോർഷൻ നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ റിമൂവ് ചെയ്ത പോർഷനില്ലേ, ആ ഔട്ടർ പോർഷൻ റിമൂവ് ചെയ്തതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഞാൻ ഈ കംപ്ലീറ്റ് പ്രൊജക്റ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ എടുത്തേക്കുന്നത് ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ട് വെച്ച് മാത്രമാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്തേക്കുന്നത് ഈ കംപ്ലീറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം. അപ്പം അതവിടെ ട്രൈ ആകാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇന്നർ പോർഷനിൽ ഇന്നർ റിങ് ഇതുപോലെ ഒരു ലേസ് വെച്ച് ഞാൻ ഫുള്ള് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലേസ് എടുക്കാം. വീതിയുള്ള ലേസ് എടുത്താൽ പെട്ടെന്ന് നമ്മൾ ചുറ്റിക്കഴിയും. ഇങ്ങനെ വിട്ട് കുറഞ്ഞ ലേസ് എടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. കൂടുതൽ ഭംഗി വരുന്നത് വിട്ട് കുറഞ്ഞ ലേസ് വെച്ച് റോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം 2 റിങ്ങും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലേസ് വെച്ച് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഈ 2 ലേസും കൂടെ നമുക്കൊന്ന് ലേസല്ല 2 റിങ്ങും കൂടെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടുള്ള മെഷർമെൻറ്റൊക്കെ ഞാൻ നോക്കുവാണ്. അപ്പം ഇത് കണക്ക് വെച്ചിട്ട് നമ്മുടെ ഔട്ടർ പോർഷൻ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പോർഷൻ, ഈ പോർഷനിൽ നമുക്ക് റിംഗ് ട്രേ റിങ് വെക്കാനുള്ള ഒരു കാർട്ടൺ ബോക്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാർട്ടൺ ബോക്സിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കാർട്ടൺ ബോക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാർട്ടൺ ബോക്സ് നമുക്ക് ഈ ലേസ് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജൂട്ട് ഷീറ്റില്ലേ അത് വെച്ച് കവർ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെച്ച് കവർ ചെയ്യാം. ഞാൻ ജൂട്ട് ഷീറ്റ് വെച്ചാണ് കവർ ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മുടെ റിങ്ങിൽ സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റിങ്ങിൽ ആ ലേസ് വെച്ച് ആ 2 റിങ്ങും കൂടെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ ഞാൻ 2 ഒന്ന് ഓവർലാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് സ്റ്റെപ്പ്. ഇനി നമ്മുടെ ഇഷ്ടവും കസ്റ്റമറുടെ തീം അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുക്കാം. ഫ്ലവേഴ്സ് വെച്ചോ പിന്നെ ബീഡ്സ് വെച്ചോ ലേസ് വെച്ചോ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അത് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഓർഡറിൻ്റെ തീം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ റിംഗ് ബോക്സ് ഞാൻ ചെയ്തേക്കുന്നത് നമുക്ക് ജ്വല്ലറിയിൽ നിന്നൊക്കെ റിങ് വാങ്ങുന്ന ബോക്സ് ഞാൻ ആ ലേസ് വെച്ചൊന്ന് കവർ ചെയ്തെടുത്തേക്കുക. പിന്നെ 2-3 ബീഡ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് താഴെയും മുകളിലും ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സും ലീഫും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുത്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.